ശ്യാം അവിടെ നിന്ന് തുടരുന്നുണ്ട്. ശ്യാം, ഇപ്പോഴും ബസ് ദേശീയപാതയിൽ തന്നെയാണോ ഉള്ളത്? ആര്യ, ബസ് ദേശീയപാതയിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഫയർഫോഴ്സ് റോഡ് ഇപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ്. അതിനുശേഷം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വലിയ തോതിൽ ഇപ്പോൾ ഈ റോഡിൽ വലിയ തോതിൽ ഇപ്പോൾ ഗതാഗത കുരുക്കുണ്ട്. ആ ഗതാഗത കുരുക്ക് ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ റോഡ് ഈ പൂർണ്ണമായിട്ടും ഒരു ഗതാഗത തോതിലേക്ക് മാറുകയുള്ളൂ. നിലവിലിപ്പോൾ ബസ് അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞു. നമുക്ക് ഇവിടെ കാണാം, ഇവിടുത്തെ മീഡിയൻ ഉൾപ്പെടെ ഇടിച്ച് അവിടെയാണ് ഈ ബസ് മറിഞ്ഞത്. ഈ റോഡിന് വട്ടം കുറുകയാണ് ഈ ബസ് മറിഞ്ഞ് വീണത്. അവിടെ ഒരു നിരപരാധിയായ ഒരു ബൈക്ക് യാത്രക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. സിഗ്നൽ കാത്ത് കിടക്കുകയായിരുന്നു. ഈ സിഗ്നൽ കാത്ത് കിടക്കുന്നതിനിടയിലാണ് ഈ റോഡ് സിഗ്നൽ മറികടന്ന് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഈ ബസ് മറിയുകയുമായിരുന്നു. ഈ ബൈക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. പിന്നീട് ക്രെയിൻ വരുന്നത് വരെ ആ ബൈക്ക് യാത്രക്കാരൻ ആ ബസ്സിനടിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ക്രെയിൻ എത്തി ആ ബസ് ഉയർത്തി അയാളെ പുറത്തിറക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹം മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലിജോ സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഫയർഫോഴ്സ് ഈ റോഡ് വെള്ളം ഉപയോഗിച്ച് കഴുകി ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സ്ഥലത്തേക്ക് അപകടമുണ്ടായ ബസ് മാറ്റിയിട്ടുണ്ട്. പോലീസുണ്ട്, ഫയർഫോഴ്സുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും ദ്രുതഗതിയിലാണ് ഇത്തരത്തിൽ ഈയൊരു പ്രവർത്തനം നടത്തുന്നത്. നിർഭാഗ്യവശാൽ ബൈക്ക് യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാനായി.